എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമ സ്കന്ധം അധ്യായം 4 ശ്ലോകം 66, 67, 68 മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ദുർവാസനോട് പറയുന്നു, പൂർണ്ണമായും എല്ലാം എന്നിൽ സമർപ്പിച്ച് എല്ലാറ്റിലും എന്റെ സ്വരൂപത്തെ തന്നെ കാണുന്നവരായ ഭക്തന്മാര് അവരെന്നെ വശീകരിച്ചിരിക്കുകയാണ്. അവർക്ക് ഞാൻ എല്ലാം സർവസ്വവും കൊടുക്കും, എന്നെ തന്നെ കൊടുക്കും എന്ന് പറയുന്നു ഭഗവാൻ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാ. ഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 66. മയി നിർബദ്ധഹൃദയാ സാധവ സമദർശന വശീകുർവന്തി മാം ഭക്ത്യാ സൽസ്ത്രിയ സൽപതിം യഥാ. മയി എന്നിൽ നിർബദ്ധ ഹൃദയാഹ ഏറ്റവും ബന്ധിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവരും സമദർശനാഹ സമത്തെ ദർശിക്കുന്നവരുമായ സാധവ സാധുക്കൾ ഭക്തിയ പരമപ്രേമ ലക്ഷണ ഭക്തിയാൽ മാം എന്നെ സത്ശ്രിയ പതിവ്രതകളായ സ്ത്രീകൾ സൽപതിം യഥ നിഷ്കാമനായ ഭർത്താവിനെ എന്ന പോലെ വശീകുർവന്തി വശീകരിക്കുന്നു. ഭഗവാനോട് എന്നില് ഏകാന്തമായി ഹൃദയത്തെ സമർപ്പിച്ചിരിക്കുന്നവരും എല്ലാറ്റിലും എന്റെ സത്യസ്വരൂപത്തെ കാണുന്നവരുമായ ഭക്തന്മാര് പരമപ്രേമ ലക്ഷണയായ പരമഭക്തി കൊണ്ട് പരമപതിവ്രതകളായ സ്ത്രീകള് നിഷ്കാമനായിരിക്കുന്നു എങ്കിലും പതിയെ വശീകരിക്കുന്നത് പോലെ എന്നെ വശീകരിക്കുന്നു. കാമനാണ്, ഒന്നിനും ആഗ്രഹമില്ലാതെ, വിഷയത്തിലൊന്നും അധികം ആഗ്രഹമില്ലാതെ ഇരിക്കണം ഭർത്താവ്. പക്ഷെ അങ്ങനെയുള്ള ആ പതിയെ പോലും പതിയെ അങ്ങനെ പതിവ്രതാരത്നങ്ങള് പരമഭക്തി കൊണ്ട് എങ്ങനെയാ വശീകരിക്കണത്, അതുപോലെ ആ ഭക്തന്മാര് എന്നെ വശീകരിക്കുന്നു എന്ന് പറയാണ് ഭഗവാൻ. കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. മത്സേവയാ പ്രതീതം ച സാലോക്യാദിചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണാ കുതോന്യൽ കാലവിദ്രുതം. സേവയാ പൂർണ്ണാ സേവ കൊണ്ട് തന്നെ പരിപൂർണന്മാരായവർ മത്സേവയാ പ്രതീതം എന്റെ സേവ നിമിത്തം ഉപസ്ഥിതമായിരിക്കുന്ന സാലോക്യാദി ചതുഷ്ടയം സാലോക്യമാദിയായ നാലിനെയും നയിച്ഛന്തി ഇച്ഛിക്കുന്നില്ല. കാലവിദ്രുതം കാലത്താൽ നശിക്കുന്നതായ അന്യത് അന്യത്തിനെ കുത പറയണം. ആ ഏകാന്ത ഭക്തന്മാരുടെ ആ നിഷ്കാമഭാവം എങ്ങനെയാണെന്ന് ഭഗവാൻ വിശദീകരിക്കണം. യാതൊന്നിനെയും ആഗ്രഹിക്കാതെ എന്നെ തന്നെ പരമപ്രേമത്തോടുകൂടി സേവിക്കുന്നവര് ആ സേവ കൊണ്ട് തന്നെ പരമസംതൃപ്തിയെ പ്രാപിച്ചവരാണ്. അവർക്ക് വേറൊന്നും ആഗ്രഹമില്ല, ഭഗവാനെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കണം, ഭഗവാനെ ഭജിക്കണം, വേറൊന്നും അവര് ആഗ്രഹിക്കണമെന്നില്ല. എന്റെ സേവാമാഹാത്മ്യം കൊണ്ട് എന്നെ സേവിച്ചവർക്ക് ഞാൻ എന്തൊക്കെ കൊടുക്കും? സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന 4 വിധ മുക്തി സ്വയം അവരാഗ്രഹിച്ചില്ലെങ്കിലും അവർക്ക് ഞാൻ കൊടുക്കും. പക്ഷേ അവര് അങ്ങനെ ഈ ഭക്തന്മാര് ആ മുക്തിയെ കൂടി ആഗ്രഹിക്കണില്ല. അങ്ങനെ ഇരിക്കെ ഈ കാലം കൊണ്ട് നശിക്കുന്ന ആ ഇന്ദ്രപദവി, സ്വർഗസ്ഥാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രത്യേകിച്ച് പറയണോ എന്ന് പറയാ ഭഗവാൻ ദുർവാസനോട് പറയാ. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യൽത്തേ ന ജാനന്തി
നാഹം തേഭ്യോ മനാഗപി സാധവ. സാധുക്കൾ മഹ്യം ഹൃദയം, എന്റെ ഹൃദയം, സാധൂനാം ഹൃദയം തു അഹം, സാധുക്കളുടെ ഹൃദയമോ ഞാൻ, തേ അവർ, മദന്യൽ എന്നിൽ നിന്ന് അന്യമായതിനെ, ന ജാനന്തി അറിയുന്നില്ല, അഹം ഞാൻ, തേഭ്യ അവരിൽ നിന്ന്, മനാക്കുന്ന ജാനാമി അന്യമായ അല്പത്തെയും അറിയുന്നില്ല. എന്തിനാ അധികം പറയണത്? സാരം മാത്രം ഞാൻ ചുരുക്കി പറയാം, കേട്ടോളൂ. സജ്ജനങ്ങളുണ്ടല്ലോ, അവരെന്റെ ഹൃദയമാണ്, അവരുടെ ഹൃദയം ഞാനുമാണ്. ഇത്രയും കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ. വേണ്ട പോലെ അങ്ങോട്ട് ഭക്തി മുഴുവൻ സ്നേഹിച്ചാൽ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ. അവരെന്റെ ഹൃദയമാണ്, അവരുടെ ഹൃദയം ഞാനുമാണ് എന്നാ ഭഗവാൻ പറയുന്നത്. എന്നെ കൂടാതെ ഒന്നിനെയും അവരറിയണില്ല. അവരെ കൂടാതെ അന്യമായ അല്പവസ്തുവിനെ പോലും ഞാനും അറിയണില്ല. ഭഗവാൻ തന്നെ പറയുന്നു. ഭക്തിയുടെ പരമപ്രേമത്തോടുകൂടി, പരമപ്രേമ ഭക്തി കൊണ്ട് ഭഗവാനെ ഉപാസിച്ചാൽ ഭഗവാൻ കൊടുക്കുന്ന ഹൃദയം തന്നെ കൊടുക്കണം. അവനവനെ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാനും നീയും രണ്ടല്ല എന്നുള്ള ഒരു ഭാവം ആ ഭക്തന് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് അംബരീഷ മഹാരാജാവ് അതിഭീകരമായിട്ടുള്ള ആ കൃത്യം തന്റെ അടുത്തേക്ക് വന്നിട്ട് ദുർവാസസ് എന്തൊക്കെ പറഞ്ഞത്, ഒരടി പോലും ചലിക്കാതെ അവിടെ നിന്നില്ലേ. അതാ ഭഗവാൻ എന്റെ കൂടെ എന്നുള്ള ഉറച്ച വിശ്വാസം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം